നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ദനയ്ക്ക് എനിക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുമെന്നും ഇപ്പോൾ എഴുതിയ ഉടമ്പടി മുഴുവനും ക്യാൻസൽ ചെയ്ത് സ്വത്തുക്കളുടെ പരിപൂർണ ക്രയവിക്രയ അവകാശം വന്ദനയിൽ തിരികെ വന്നു ചേരുമെന്നും ഇതിനാൽ സമ്മതിച്ചു കൊള്ളുന്നു. വന്ദന വായിച്ചു കേട്ടല്ലോ. ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നോ? അംഗീകരിക്കുന്നു. രാഖി അംഗീകരിക്കുന്നോ? രാഖി മറുപടി ഒന്നും പറഞ്ഞില്ല. അംഗീകരിക്കുന്നുണ്ടോ? എന്റെ സഹോദരന്റെ ഒരേ ഒരു മകളാണ് ദിയ, എന്റെ സ്വന്തം അനന്തരവൾ. അങ്ങനെയുള്ള സെന്റിമെന്റ്സിനൊന്നും ഇനി യാതൊരു പ്രസക്തിയുമില്ല. ഈ വ്യവസ്ഥ അംഗീകരിക്കുന്നതോടെ ഭാവിയിൽ ദിയമോളെ ഒന്ന് കാണാനുള്ള അവകാശം പോലും നിങ്ങൾക്കുണ്ടാവില്ല. ശരിക്കും ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. ആലോചിക്കാനൊന്നുമില്ല രാഗി. എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചതാ. ഇനി പിന്മാറരുത്. ഒപ്പിട്ട് കൊടുത്തേക്ക്. ഒപ്പിട്ട് തരാം. വന്ദനയിൽ ഒപ്പിട്ടോളൂ. ഇതിൽ രാഖിയും. ഇത് വന്ദനയ്ക്ക്. വാങ്ങിച്ചു. ഇത് സൂക്ഷിച്ചു വയ്ക്കണം. ദിയമോളെ, മോൾക്കിനി വന്ദനാമയോടൊപ്പം പേടിയില്ലാതെ ജീവിക്കാം. അപ്പോ വക്കീലിന്റെ പണി തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങുന്നു. മോനെ, വേദനിക്കുന്നു. എന്ത് കാടത്തേ കാണിച്ചിരിക്കുന്നത്? മൃഗങ്ങൾ പോലെ കാണിക്കാത്ത ക്രൂരതയാണിത്. നിങ്ങളുടെ അമ്മ ഒരു മനുഷ്യ സ്ത്രീയാണോ? നിർത്തടി. ഇനി കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചാ മതി. ഇറങ്ങി പോടി ഇവിടുന്ന്. പോവ് തന്നെയാ. പക്ഷെ രാഗി, എല്ലാ കോടതികൾക്കും മുകളില് ഒരു കോടതിയുണ്ട്, ദൈവത്തിന്റെ കോടതി. അവിടെ ഇതിനൊക്കെ എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ഓർത്തു വെച്ചോ. വാ മോളെ. അങ്ങനെ 2 തലവേദനകൾ ഒഴിഞ്ഞു മാറി. വന്ദനയും ദിയമോളും. വാ.
എന്താണ് ഓട്ടിക്കാൻ നടക്കുന്നു? സ്വന്തം തറവാട് സ്വത്തല്ലേ? ഇറങ്ങി പോടാ. നിന്നോടല്ല ഇറങ്ങി പോവാൻ പറഞ്ഞേ? പോടാ. എന്താണ് വന്ദനയുടെ വിവാഹം നടക്കാത്തത് ജാതകദോഷം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കോടിക്കണക്കിന് സ്വത്ത് വരുമ്പോ മുഖം തിരിച്ചു നിന്ന് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ദുർബുദ്ധി ഏത് ദോഷത്തിലാ പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കുഞ്ഞിനെ ഇനി ഇവിടെ തന്നെ പാർപ്പിക്കാനാണ് ഉദ്ദേശം? അതെ. ഇപ്പോൾ ഈ വീട്ടിൽ ഒരംഗം കൂടിയുണ്ട്, വിക്രം. കെട്ടുദോഷം തീരാത്തൊരു സ്ത്രീയോടൊപ്പം ഒരു കുഞ്ഞും കൂടി കുടുംബത്തുണ്ടെന്നുള്ള വിശേഷം വിക്രം അറിയണ്ടേ? എവിടുന്നോ വന്ന് കയറിയതാണെങ്കിലും ഒരു പെൺകുട്ടിയെ വളർത്താനും കല്യാണം കഴിപ്പിച്ച് വിടാനും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവാകുന്നുണ്ട്. ഈ കുടുംബാംഗം എന്ന നിലയിൽ ആ കാര്യം വിക്രം കൂടി അറിയേണ്ടതല്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. സുചിത്രേ, നീ മോളെയും കൊണ്ട് അങ്ങ് അകത്തു പോ. വാ മോളെ, വാ. ദാ, ഇതുകൂടി. മനോജേ, ദേവമോൾ ഒരിക്കൽ ഇവിടെ വന്നതാ. വീണ്ടും അവള് ബന്ധുക്കളോടൊപ്പം പോയി. അതേ കുട്ടി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ വന്നതേ ദൈവനിശ്ചയമാ. ഈ കുട്ടി ഇനി എങ്ങനെ വളരും, ആര് വളർത്തും, ആരതിനെ കല്യാണം കഴിക്കും, ആരതിന് പണം ചെലവാക്കും എന്നതൊക്കെ ദൈവനിശ്ചയങ്ങളാ. അതിനെ മാറ്റിമറിക്കാനൊന്നും ഒരു ശക്തിക്കും സാധ്യമല്ല. പീഡനം സഹിച്ചും പട്ടിണി കിടന്നും ആകെ തളർന്നു പോയ കുട്ടിയാ ദിയ. തൽക്കാലം ഒന്ന് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനെങ്കിൽ അവളെ അനുവദിച്ചാ കൊള്ളാം. എന്റെ മക്കൾ ആരെ വേണമെങ്കിലും വെല്ലുവിളിച്ചോ, പക്ഷേ ദൈവനിശ്ചയത്തെ വെല്ലുവിളിക്കരുത്. ദൈവനിശ്ചയമല്ല, മാങ്ങാത്തൊലി. ആകാശത്തിലൂടെ പോകുന്ന വയ്യാവേലികളൊക്കെ ഏണി വെച്ച് പിടിച്ചെടുത്ത് തലയെ വയ്ക്കുന്നത് ദൈവനിശ്ചയമാണത്രേ. വാടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.